ഹദീസിലുണ്ടല്ലോ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ അസ്റ ദവറ അലാ നിസാഇഹി. അല്ലാഹുവിന്റെ റസൂൽ അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരിലേക്ക് പോകുകയാണ്. എല്ലാ ഭാര്യമാരുടെ വീടുകളിലും അല്ലാഹുവിന്റെ റസൂൽ റൗണ്ട് ചെയ്യുമായിരുന്നു. ഇദാ സല്ലൽ അസ്റ ദവറ അലാ നിസാഇഹി. മദീന പള്ളിയുടെ പരിസരത്തുള്ള പ്രിയപ്പെട്ട ഭാര്യമാരുടെ, ഉമ്മമാരുടെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഇണകളുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും അസറിന് ശേഷം ചെന്നിരുന്നു. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകിയിരുന്നു. ചോദിക്കും, എന്താ വേണ്ട, വല്ലതും വേണോ, അവസാനം വല്ലതും എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതാണ്. അല്ലാതെ ഇതുവരെ എനക്കോ ഇല്ല, ആ വഴിക്ക് പിന്നെ പോകുന്നില്ല. പെരുന്നാളിൽ ഒരു ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞെന്നാ പറയും, എല്ലാം കഴിഞ്ഞു. അങ്ങനെ ആകാൻ പാടില്ല. ഭാര്യയുമായിട്ടുള്ള ആ സ്നേഹബന്ധം എപ്പോഴും നിലനിന്ന് പോകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിതങ്ങളുടെ ജീവിതം നമ്മൾ മാതൃകയാക്കണം. അതിന് പറ്റുന്ന സമയമാണിത്. അതിനൊക്കെ സമയം കണ്ടെത്തണം. ഈ കച്ചവടവും ബിസിനസ്സും ഇത് തന്നെ ജോലി 24 മണിക്കൂർ ഒരു കാര്യമില്ല. ഈ കച്ചവടത്തിനപ്പുറം ബന്ധങ്ങൾ നിലനിൽക്കണ്ടേ? ആ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ പറ്റുന്നതുകൂടി ചെയ്യണം. ചില ആളുകളുണ്ട്, രാവിലെ 2 മണിക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് കട തുറക്കും, രാത്രി ഒരു 10 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരും. അതുവരെ ഫുള്ള് ബിസിനസ്. എന്ത് കാര്യത്തിന്? പിന്നെ ജീവിക്കുന്നപ്പോഴേ ഹബീബേ ജീവിക്കണ്ടേ? കുറെ കാശ് ഇങ്ങനെ അട്ടിക്കൊണ്ട് തലേണക്കടി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കുടുംബമായി ജീവിക്കണ്ടേ? ഈ കുടുംബം അവര് നിങ്ങളെ വിട്ടേച്ച് പോകും. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല എങ്കിൽ, അവർക്ക് സ്നേഹബന്ധമില്ലെങ്കിൽ, നീ സമ്പാദിക്കുന്ന സമ്പാദ്യം കൊണ്ട് ആർക്കുപകാരം? നിനക്കൊരു ജീവിതം വേണ്ടേ ഹബീബേ? അതുകൊണ്ട് റാഹത്തായി ജീവിക്കാൻ തയ്യാറാകുക. എല്ലാം സമ്പാദിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് നല്ലൊരു ജീവിതം നയിക്കാം, ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ കരുതുകയാണ് ചില ആളുകൾ. കുറെ കാലം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കുറെ എല്ലാം സമ്പാദിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട്, അല്ലെങ്കിൽ 40 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് സെറ്റിലായി നല്ല ജീവിതം നയിക്കാം. അപ്പോഴത്തേക്കും പെണ്ണുങ്ങൾ വല്ലവനെയും കൂടെ പോയിട്ടുണ്ടാവും. ഒരു റാഹത്തായി ജീവിക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാം സമ്പാദിച്ചിട്ട് വരാന്നല്ല, വർഷത്തിൽ നീ ലീവിന് വരുമ്പോ അവരെ സന്തോഷിപ്പിക്കാൻ തയ്യാറാകണം. ഗൾഫിലാണെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ വളരെ വലുതായി വിശാലമായിരിക്കുന്ന കാലഘട്ടമാണ്. മൊബൈൽ ഫോണിലൂടെ, വീഡിയോ കോളിലൂടെ നിനക്ക് സംസാരിക്കാം. എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, മണിക്കൂറുകൾ സംസാരിക്കാം. ഇന്റർനെറ്റിന്റെ സൗകര്യം വിശാലമാണ്. മുമ്പത്തെ കാലത്തെ പോലെ വലിയതാകുന്ന സാമ്പത്തികമൊന്നും അതിനുവേണ്ടി മുടക്കേണ്ടി വരുന്നില്ല. മണിക്കൂറുകൾ അതിനുവേണ്ടി സംസാരിക്കാം, വിനിയോഗിക്കാം. എന്തുകൊണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നില്ല? ഒരു 10 മിനിറ്റ് ഡെയിലി സംസാരിച്ചാൽ തീരുന്ന വിഷയങ്ങളല്ലേ ഉള്ളൂ. കുടുംബവുമായിട്ടൊരു ബന്ധം നമുക്ക് ശാക്തീകരണം വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും പ്രവാചകർ ഖൈറായ ജോലി ചെയ്തിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ ആയിഷ, كيف كان رسول الله صلى الله عليه وسلم إذا كان في أهله. അല്ലാഹുവിന്റെ റസൂൽ അവരുടെ വീട്ടിൽ ഏത് നിലയ്ക്കാണ് പെരുമാറിയിരുന്നത്? എന്താണ് പ്രവാചകർ വീട്ടിൽ ചെയ്തിരുന്ന ജോലി? പറയുമോ ആയിഷ? ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട പ്രവാചകന്റെ അനുരാഗികളോട്, അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി. അല്ലാഹുവിന്റെ റസൂൽ കുടുംബത്തെ സഹായിക്കുമായിരുന്നു. കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നബി തങ്ങൾ നിലകൊള്ളുമായിരുന്നു. ഹദീസിലില്ലേ, വകാന യഹ്ലിബു ശതഹു, ആടിനെ കറക്കുമായിരുന്നു, ആടിനെ കറവ് നടത്തുമായിരുന്നു. വീട്ടിലുള്ള ആടിനെ കറവ് നടത്തും, പാല് കറക്കും. ആര്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ സമയം അതിനൊക്കെ സമയം കണ്ടെത്തിയിരുന്നു. ഹദീസാണ്, ആർക്കാ നിഷേധിക്കാൻ പറ്റുക? വയഖ്സിഫു നഅലഹു വയഖീതു സൗബഹു, ചെരുപ്പ് തുന്നും, ചെരുപ്പിന്റെ കേടുപാടുകൾ തീർക്കും, വസ്ത്രം നെയ്തു വെക്കും. ഹബീബുനാ റസൂലുള്ളാഹി
ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന. അതാണ് ഞാൻ പറഞ്ഞത്, അത് അന്ധകാലമാണ്. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം, എന്തൊക്കെ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കും ചെയ്യാം ഇതേപോലെ നന്മകൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ ഒന്ന് ചെയ്താൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറയും ഇതിപ്പോ ചെയ്യുന്ന എന്താ വലിയ സംഭവമാണ്. വലിയ സംഭവം തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും ജോലി അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യയെ സഹായിച്ചുകൊണ്ട് അവരുടെ ചാരത്തിരുന്ന് ആ സമയത്ത് അവരോട് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിലകൊള്ളൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. ഇത് ഈ ചൂടത്ത് അവർ കിടന്ന് അടുപ്പത്തും പോകത്ത് ഒന്നാമത് ഗ്യാസ് പോലും ഇല്ല, ഊതുകയാണ്. മന്ത്രിച്ച് ഊതിയിരുന്നെങ്കിൽ റാഹത്തായിട്ട് കുറച്ച് കാശെങ്കിലും കിട്ടിയിരുന്നേനെ. ഇത് അടുപ്പത്തിരുന്നിട്ട് ഈ ഊത്ത് മൊത്തം ഊതി ഇരിക്കുക അവർ. ഈ ചൂടത്തിരിക്കുമ്പോൾ നമ്മൾ അവിടെ ചായ എടുത്തോ, പാല് കൊണ്ടുപോവാ, ബൂസ്റ്റ് ഇട്ട് കൊണ്ടുപോവാ, ഹോർലിക്സ് ഇടും, അത് ഇടുമ്പോൾ ഇവിടുന്ന് ഓർഡർ കൊടുക്കുക. ഹാജിയാർ അനങ്ങത്തില്ല. കയ്യിലിരിക്കുന്ന പത്രത്തിന്റെ നടുവിലെ താള് അപ്പുറത്തോട്ട് മറിഞ്ഞു വീണ പറഞ്ഞു പെണ്ണുങ്ങളെ വിളിക്കുക. ഇവിടെ അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങൾ ഓടി വരും. ആ താഴെ കിടക്കുന്ന ഇവിടുന്ന് പറന്ന് താഴോട്ട് പോയത് അത് കുനിയാൻ മേല ഹാജിയർക്ക്. അത്ര മടിയന്മാരെ നമ്മുടെ കൂട്ടത്തിൽ പലരും മാറി. അല്ലാഹു മലക്കാക്കട്ടെ. അത് വരാൻ പാടില്ല. അപ്പൊ ഒന്നാമതായിട്ട് വേണ്ടതാണ് കുടുംബവുമായിട്ടൊരു ബന്ധം വരട്ടെ. അവരുമായിട്ട് ബന്ധം വരണം. മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രകൃതം അത് വരണം. ഭാര്യയോട് നീ ലാസ്തിരുന്നുള്ള പറയല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ നാട്ടുകാരും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഭാര്യയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന്, ഭർത്താവ് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. അങ്ങനെ കഴിച്ചിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2 ആഴ്ച കഴിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെണ്ണുങ്ങളോട് പറയാം നീ പിന്നെ ഇരുന്നാൽ മതി, ഇന്നലെ ഇപ്പം ഇരിക്കുന്നു, വിളമ്പാൻ പിന്നെ ആരും ഇല്ല, ആചാർക്ക് കാര്യമായിട്ട് വിളമ്പിട്ടുണ്ട്. അത് വരാൻ പാടില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചെറുക്കുമാറാവട്ടെ. അവരെയും കൂടി ചേർത്തിരുത്തിട്ട് പണിയൊക്കെ മതി, ഉള്ള കൊണ്ട് വാ ഇവിടെ ഇരിക്കും, എന്നിട്ട് നമ്മൾ വിളമ്പി കൊടുക്കുക. എല്ലാവർക്കും ഓരോ ഉരുള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ ഉണ്ണുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഭയങ്കരമായിട്ട് കുഴച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കാനും പാടില്ല കേട്ടോ. ഇസ്ലാമിൽ അതില്ല. ഉള്ളം കൈയിൽ പറ്റിക്കാൻ പാടില്ല, സാന്ദർഭികമായി ഉണർത്തുക. ഇസ്ലാമിന്റെ രീതിയാണ് ഈ പറയുന്നത്. മറ്റുള്ളവരെങ്ങനെ കഴിക്കുന്നു എന്നുള്ളതല്ല, ഇസ്ലാമിന്റെ രീതി ഉള്ളം കൈയിലേക്ക് വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പേരിലാണ് മാക്സിമം ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ ഉപയോഗിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി അതിനെ അങ്ങനെ, കാരണം ഉരുള അത്ര മതി, അത്രേ എടുക്കാവുള്ളൂ. ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞായിരിക്കണം. നമ്മളിങ്ങനെ അത് കണ്ടിട്ട് പിന്നെ അത് റീല് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൗമ് കുറെ താത്തന്മാരും ആണുങ്ങൾ ഉൾപ്പെടെ പിന്നെ അതായി വരുവാണ്. ഒരു മൊബൈൽ അപ്പുറത്ത് സൈഡിൽ വെക്കുക, പൊരിച്ചമീൻ ഇപ്പുറത്ത് കൊട്ടക്കണക്കിന് വെക്കുക, എന്നിട്ട് റാഹത്തായിട്ട് പിടിക്കുക, ഉരുള പിടിച്ചിട്ട് അടിക്കുക. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഇനി മാക്സിമം ഉപയോഗിച്ചു 5 വിരൽ. നബിയുടെ സുന്നത്താണ് ഞാൻ സൂചിപ്പിച്ചത്. ഉള്ളം കൈയിലേക്ക് വരാൻ പാടില്ല ഭക്ഷണം, അത് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു ഭക്ഷണം കഴിക്കുന്നതിന്റെ ആദാബുകൾ പഠിക്കാനും സുന്നത്തുകൾ പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുടെ അടുക്കൽ ഒരു കുട്ടി വന്നിരുന്ന് കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആ കുട്ടി വന്നിരുന്നു മാത്രമല്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ കുൽ ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് കഴിക്കും. വകുൽ ബിയമീനിക്, നിന്റെ വലത്തെ കൈ കൊണ്ട് കഴിക്കും. വകുൽ മിമ്മാ യലീക, നിന്റെ അടുത്ത് നിന്ന് തുടങ്ങി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര നല്ല അധ്യാപനാണ്. 3 കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ആ കുട്ടി ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു വാരിയിട്ട് ഇങ്ങനെ തിന്നു. ആ കുഞ്ഞോട് പറഞ്ഞു, കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ അങ്ങനെയല്ല, ആദ്യം എന്ത് വേണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് കഴിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യണം. വാപ്പായി മക്കളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ വാപ്പ തന്നെ ഉറക്കെ പറയണം, എല്ലാവരും വന്നോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാപ്പ അങ്ങനെ ഉറക്കെ പറഞ്ഞേ. ഇതേ കേട്ട് വളരുന്ന മക്കൾ അവരുടെ ജീവിതത്തിലും അവരുടെ തലമുറകൾക്ക് മുന്നിലും അതേ ശൈലി കൊണ്ടുവരും. അവരും പറയും 10 തലമുറ കഴിഞ്ഞാലും എന്റെ വാപ്പ ഇങ്ങനെയായിരുന്നു, എന്റെ വല്യുപ്പ ഇങ്ങനെയായിരുന്നു. വല്യുപ്പ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കെ ബിസ്മില്ലായിരുന്നു. നമ്മളും പറയുമല്ലോ, അങ്ങനെയല്ലേ? ഇത് ബിസ്മിയായിട്ട് അതൊന്നുമില്ല. മക്കൾ വരുമ്പോ തന്നെ 2 ചിക്കൻ പീസ് ഉണ്ടാക്കിയിരിക്കുകയാണ് വാപ്പ കഴിച്ച പകുതിയായി. ഒരു ബിസ്മിയില്ല, ഒന്നുമില്ല. പിന്നെന്താ, വേഗം തന്നെ പോവാൻ. ഇനി ബിസ്മി എല്ലാം മക്കൾ മറന്നുപോയി എങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു പറയും മക്കളെ. അഥവാ പെട്ടെന്ന് സ്പീഡിൽ അവർ കഴിച്ചുപോയി, കണ്ടപ്പോൾ ഒരു ചിക്കൻ പീസ് എടുത്ത് വായി വെച്ച് പോയി, എന്തെങ്കിലും എടുത്ത് കഴിച്ചു പോയി, നുണഞ്ഞു പോയി, അവരോട് പറയണം ബിസ്മില്ലല്ലോ, ഇത് പറയും ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പുതിയ തലമുറയാണ് മദ്രസയിൽ പഠിച്ചു, അവിടുന്ന് പഠിച്ചു, ഇവിടുന്ന് പഠിച്ചു എന്നല്ല. ഇതൊക്കെ തിയറികൾ പഠിച്ചെന്നു എന്നത്രേ ഉള്ളൂ. ഇത് വീടുകളിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരണം. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഒരുമിച്ചിരുന്ന് കഴിക്കാൻ, മക്കളുടെ ശൈലി നോക്കുക. അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചു വാരിയൊക്കെ എടുക്കുമ്പോൾ അവരോട് പറയാം, മോനെ അടുത്ത് നിന്ന് കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെയല്ലേ? ഇടത്തെ കൈ കൊണ്ട് പ്ലേറ്റിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചോളി, അല്ലെങ്കിൽ കുട്ടികൾ മേത്തോട്ട് ഡൈനിങ് ടേബിളൊക്കെ ആകുമ്പോൾ മറിഞ്ഞു വീഴും. അടുത്ത് നിന്ന് കഴിച്ചു തുടങ്ങി. അങ്ങനെയാണ് കഴിക്കേണ്ടത്. വ്യത്യസ്തമായ ആഹാരങ്ങൾ ഉണ്ടെങ്കിൽ പല പാത്രങ്ങൾ എടുക്കേണ്ടി വരും. എന്നാലും നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചാലും അടുത്ത് തന്നെ കഴിച്ചോളണം, അങ്ങേ മൂലക്കെന്നല്ല. ഇതൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലത് കൈ കൊണ്ട് കഴിക്കും, ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം. അവൻ കുട്ടിയല്ലേ, ഇപ്പൊ മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് പോയി. ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വലത് കൈ കൊണ്ട് കഴിക്കും. അയാൾ പറഞ്ഞു, വലത്തെ കൈക്ക് വലിയ സ്വാധീനമൊന്നും.
നബി തങ്ങളോട് പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് പറഞ്ഞു, നബി എന്റെ വലത്തെ കൈക്ക് സ്വാധീനമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുത്തപ്പോൾ അയാൾക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇടത് കൈ കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി പറഞ്ഞു, വലത്തെ കൈ കഴിക്കും, നിങ്ങൾ എന്താ ഇടത് കൈ ഉപയോഗിക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ വലത്തെ കൈക്ക് സ്വാധീനമില്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ വലത് കൈക്കിന് സ്വാധീനം ഇല്ലാതിരിക്കട്ടെ. പിന്നെ ആ കൈ പൊങ്ങിയിട്ടില്ലെന്നാ. പിന്നെ വലത്തെ കൈ ജീവിതകാലത്ത് പൊങ്ങിയിട്ടേ ഇല്ല. ഗുരുത്തക്കേട് തെറ്റാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ചെറുപ്പത്തിലെ അത് കുട്ടികൾക്ക് ശീലിപ്പിക്കണം. പ്രായമായി കഴിഞ്ഞാൽ ശരിയാവൂല. ചെറുപ്പത്തിലെ ആ ശീലം വരണം. കൈ രണ്ടും കഴുകുന്ന ശീലം വരണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈകളും കഴുകണം. അത് നല്ലതുപോലെ സോപ്പിട്ട് വൃത്തിയായിട്ട് കൈ കഴുകുക. ഇതൊക്കെ വാപ്പ കാണിച്ചു കൊടുക്കണം, മക്കൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബവുമായി ഒരുമിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണം. അതിന്റെ രീതികൾ വേണം. ശേഷം അൽഹംദുലില്ലാഹ് ഉറക്കെ പറയുന്നത്, വാപ്പ പറയുന്നത് മക്കൾ കേൾക്കണം. അവരെ കൊണ്ട് ചൊല്ലിക്കണം, ദുആ ചെയ്യണം. എത്ര മനോഹരമാണ്. 2 കരങ്ങളും കഴുകിക്കൊണ്ട് പടച്ചറബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി തങ്ങളുടെ രീതിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും ആ രീതി അവലംബിക്കണം. നമ്മളും ആ സുന്നത്തുകൾ, ആദാബുകളെ പാലിക്കുമ്പോഴേ വരും തലമുറകളിൽ ഇത്തരത്തിലുള്ള നന്മകൾ ഉണ്ടാവൂ. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ 3 നേരമാണ്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. കേരളം മാത്രമാണ്. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ 2 നേരം കൊണ്ടും ആകുന്നതുകൊണ്ട്. യുപിയിലൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു 10 മണിക്കും പിന്നെ വൈകുന്നേരം ഒരു 5 മണിക്കും. ഏറ്റവും നല്ല അതാണ്. ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കും. ഇത് നമ്മൾ 3 നേരം കഴിക്കുന്നു. രാത്രിയിലെ ഭക്ഷണം നേരത്തെ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റമദാനിലൊക്കെ നമ്മൾ കഴിച്ചതുപോലെ മഗ്‌രിബിന് ശേഷം. യഥാർത്ഥത്തിൽ രാത്രിയാകുന്നതിന് മുമ്പാണ് നല്ലത്. ഇനി ഇശായിന് മുമ്പ് ഏറ്റവും മുമ്പായിട്ട് തന്നെ കഴിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ ആരോഗ്യം നന്നാകാൻ ഇത് ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊക്കെ കുടുംബവുമായി ഒന്നിച്ചുകൊണ്ട് പരിശീലിക്കാൻ പറ്റിയൊന്നാകുന്ന നല്ല സമയമാണ്.